ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മളെന്താ ഓർക്കുന്നത്? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇത് വരല്ലേ. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദൈവം ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ, എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുണ്ട്. മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. ഇപ്പൊ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പൊ ചേച്ചിക്കെതിരെ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ, പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദൈവം ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ, എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുണ്ട്. എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട് അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞു, കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാരുകൾ. എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറെ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ല, നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മളൊക്കെ നല്ല മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മളെന്താ ഓർക്കുന്നത്? ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഇത് വരല്ലേ. എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്താ ചേച്ചിക്ക് തന്നെ ടാർഗറ്റ് ചെയ്ത നെഗറ്റീവ് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. പല 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 ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇനിയിപ്പോ ഒന്നും തന്നെ പറയാനില്ല അല്ലേ ചേച്ചി? തരെ ഒന്നും തന്നെ പറയാനില്ല. ഇപ്പൊ ഒന്നും പറയാനില്ല എനിക്ക്. സമയമാകുമ്പോ, അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് എല്ലാവരും എന്താണ് സത്യം അല്ലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് നേർക്ക് നേരെ എന്ന് പറയും. അത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ പറയാതിരുന്നിട്ടുണ്ട്. എന്റെ പ്രേക്ഷകർക്ക് മുന്നേ ഞാൻ എന്തായാലും, എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു. അതിന് അടുത്ത് കുറെ സപ്പോർട്ട് ഇഷ്ടം പോലെ കമന്റ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ല, നമുക്ക് ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഇങ്ങനെയൊക്കെ ചുമ്മാ പറയാം. കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്ക് അസുഖമായിട്ട് തോന്നുന്നു. ഞാൻ വളരെ ഹാപ്പി അല്ലേ. ഒരു മൂക്കിപ്പനി വന്നത് കേട്ടാ പലരും തലകറങ്ങി താഴെ വീഴുന്ന കാലഘട്ടം. ക്യാൻസർ എന്നൊരു അസുഖം ഇങ്ങനെ പറഞ്ഞാൽ ആരാണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും ഇനി പറയാം. പള്ളി പോയില്ലേ? പള്ളി പോയി രാവിലെ. പള്ളിയിലോ? രാവിലെ പള്ളിയിൽ പോയി. ആ സ്റ്റാറ്റസ് കണ്ടായിരുന്നല്ലേ? ഇതാണ് ഇവിടെ ഞങ്ങളുടെ പുതിയ ഷൂട്ടല്ലേ. ഏതായിട്ട് പുതിയ ഷൂട്ട്? വൈകി വന്ന വാലന്റൈൻസ്. കൊള്ളാലോ, നല്ല രസമുള്ള പേര്. നല്ല രസമുള്ള പേര്, കേൾക്കാൻ തന്നെ ഭയങ്കര ഒരു ഫെബ്രുവരി കഴിഞ്ഞല്ലേ. അവിടെ തോടാച്ച് തോട്ടി അട്ടുച്ചയ്ക്കോ? നല്ല വെയിലായിരിക്കും പോയിക്കുന്നത്. അപ്പുറത്ത് അറിയാം, ഇതിലേടാ അപ്പുറത്തോട്ടാണ്. നിങ്ങളാണ് ഇതിന്റെ ചേച്ചി. തോടുണ്ട് എന്ത് വളരെ നല്ല തോടായിട്ട് തോന്നുന്നുണ്ട്. മീനുണ്ടോ? മീനുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തോന്നുന്നല്ലേ ഷൂട്ടിന് ഇറങ്ങുന്നത്? അതെ, വളരെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്നാ ഷൂട്ട്? നാളെ ഷൂട്ടല്ലേ? എന്താ ചേച്ചി ഇതിന്റെ വേറെ ഡീറ്റെയിൽസ് ഒക്കെ എന്താ? എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥ അങ്ങനെ വല്ലതൊക്കെ? എന്താ, എന്റെ ഒരു കുടുംബ കഥയല്ലേ, ഒരു കുടുംബ സ്റ്റോറിയാ.
കുറച്ച് ദിവസമായിട്ടൊന്ന് ഷൂട്ടിനൊന്നും കയറുന്നില്ലായിരുന്നു. ഇപ്പം ഒന്ന് കയറുന്നില്ല. എന്ത് തോന്നുന്നു കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക് എടുക്കാൻ തോന്നി, കാരണം ഓട്ടമല്ലായിരുന്നു. ബ്രേക്ക് എടുക്കാൻ തോന്നി. ഇത് കൊള്ളാം. ഡ്രസ്സ് കൊള്ളാലോ ചേച്ചി. ഡ്രസ്സ് രസമുണ്ട്. സെപ്പറേറ്റ് ആണോ മറ്റേ ഈ ശൈത്യം തന്നാ അവള് മേടിച്ച. ഓ ഓ അത് മറ്റേ ഓവർക്കോട്ട് പോലെ ഇടുന്ന. ഓ അതങ്ങനെ അങ്ങനെ ഇട്ടും വേറെ രസമുണ്ട്. ചൂടല്ലേ ഇത് തുറക്കാൻ പറ്റത്തില്ലേ? ആണോ? ഇവിടെ തന്നെയാണോ ചൂട്ടും? അതെ ഇതായതല്ലേ? നിങ്ങളുടെ പ്രൊഡ്യൂസർ നമ്മളെ ആണോ?